എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയും ടീമും ഒക്കെ കൂടി നല്ല അസാധ്യമായിട്ട് തന്നെ സദ്യ അങ്ങോട്ട് ഒരുക്കാണ്. അപ്പം ശരണ്യ വന്ന് പറയുന്നുണ്ട്, അതെ മുത്തശ്ശി, എന്തായാലും എൻ്റെ കൂട്ടുകാരിയും അവളുടെ ഭർത്താവും ഒക്കെ വരുമ്പോഴത്തേക്കിനും സദ്യ നല്ല കെയുമായിരിക്കണം കേട്ടോ, എല്ലാ വിഭവങ്ങളും അവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അത് പിന്നെ മോളുടെ കൂട്ടുകാരി വരുമ്പോഴത്തേക്കിനും ആ കാര്യം മുത്തശ്ശിയോട് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? മുത്തശ്ശി വേണ്ടുന്ന രീതിയിൽ തന്നെ എല്ലാം നല്ല ഗംഭീരമായി തന്നെ ഉണ്ടാക്കി തന്നോളാന്ന് പറയുകയാണ്. അപ്പം അമ്മ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പം പ്രകാശനാണെങ്കിൽ പാവം തോന്നുക കേട്ടോ. അപ്പൊ വയസ്സായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ തന്റെ അമ്മയെ ഒരു കൈ സഹായിക്കാമെന്ന് വിചാരിച്ച് പ്രകാശനും അടുക്കളയിലേക്ക് കയറുകയാണ്. അങ്ങനെ അമ്മയും മോനും കൂടി വിഭവങ്ങളെല്ലാം അങ്ങ് ഒരുക്കി വെക്കുകയാണ്. അപ്പം മുത്തശ്ശി ലാസ്റ്റ് പാലട പ്രഥമൻ വരെ ഉണ്ടാക്കി. അപ്പം ഇതെല്ലാം കാണുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമാണെങ്കിലോ ഒരു രക്ഷയില്ല, നല്ല അസാധ്യമായിട്ടുള്ള മണം വരികയാണ്. ആ സ്മെല്ല് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ആണെങ്കിലോ മുത്തശ്ശി ഇത് എന്താണ്, എന്തൊക്കെ ഐറ്റം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മോനെ, ഇതേ നമ്മുടെ രീതി അനുസരിച്ച് സദ്യയൊന്നും അല്ല, പക്ഷേ എന്നാൽ നോൺ വെജും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഭവങ്ങളെല്ലാം കഴിച്ചിട്ട് ശരണ്യയുടെ ഫ്രണ്ട്സ് ഇവിടുന്ന് നല്ല അഭിപ്രായം പറഞ്ഞു പോകണം. പിന്നെ അത് മാത്രമല്ല മോനെ, ഇവളുടെ കൂട്ടുകാരെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും ചേരുവകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അച്ഛനെ ഞാൻ സഹായിക്കണമെന്ന് വിക്രം ചോദിക്കുമ്പം വേണ്ട മോനെ, ഇനിയിപ്പോൾ എന്തായാലും പണിയൊക്കെ ഏകദേശം ഒതുങ്ങി, പായസം വരെ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അച്ഛൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. മോൻ എന്തായാലും പോയി നിൽക്ക്, അവര് വരാറായോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ ശരണ്യ അങ്ങോട്ട് വരിക കേട്ടോ. ദേ വിക്രം, വേഗം ഇങ്ങോട്ട് വന്നേ, അവരിവിടെ എത്താറായെന്നാ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അവര് വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും അവരെ സ്വീകരിക്കാൻ ഉണ്ടാവണമെന്ന് പറയുക. ഇപ്പൊ വിക്രം ആണെങ്കിലോ നല്ല ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നല്ല ഗംഭീരമായിട്ട് ഒരുങ്ങി പുള്ളിക്കാരനും വരികയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ മനോഹരൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ സരയുന്റെ അടുത്ത്. അപ്പൊ സരയു ആണെങ്കിലോ രാഹുലിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. എന്തൊക്കെ വന്നാലും തന്റെ അച്ഛൻ ഒരു ഭ്രാന്തനാണെന്ന് തനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല മനുവേട്ടാന്നും പറഞ്ഞ് ഇവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പം, അതെ നിനക്ക് നിന്റെ അച്ഛനെ ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്. ഞാൻ ഇച്ചിരി മുന്നേ അതിലേക്കൂടെ നടന്നു പോയപ്പോഴത്തേക്കിനും നിന്റെ അച്ഛൻ ഒരു കത്തിയെടുത്ത് എന്റെ നേരെ നീട്ടുകയാണ് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരന്റെ സ്വഭാവം ഇപ്പൊ മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്ത് വേണമെങ്കിലും ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് നീ നിന്റെ അമ്മയും ഞാനും ഒക്കെ ഒന്ന് കരുതി നിൽക്കുന്നത് നല്ല കാര്യം തന്നെ ആയിരിക്കും. പിന്നെ മോളെ, നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് നരകിക്കുന്നത്? നമുക്ക് രണ്ടാൾക്കും ജീവിക്കാനുള്ള നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് മുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഞാനും അങ്ങ് വിദേശത്ത് സമ്പാദിച്ചിട്ടിട്ടുണ്ട്. നീ അതുകൊണ്ട് ഒന്നും കൊണ്ട് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പം അച്ഛനെ ഇവിടെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലാക്കിയാലും നമുക്ക് ഇവിടുന്ന് പറക്കാമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സരിയുവാണെങ്കിലും, എന്നാലും എൻ്റെ അച്ഛന് വട്ടായി പോയല്ലോ മനുവേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അമ്മ ഇവിടെ തനിച്ചാക്കാൻ പറ്റുമോ? അത് മാത്രമല്ല അച്ഛന് വയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കിനും അമ്മ എങ്ങനെയാ നമ്മുടെ കൂടെ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ സരയു ഇങ്ങനെ ഭയങ്കര ആശങ്കയോടുകൂടി മനോഹറിന്റെ അടുത്ത് പറയുമ്പം അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, നിന്നെയും കൊണ്ടുപോകില്ല, നിന്റെ അമ്മയും കൊണ്ടുപോകില്ല, അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നീ നിന്റെ അമ്മയും ഒക്കെ ഇവിടെ കിടന്ന് നട്ടം കറങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ, അത്യാവശ്യം സ്വർണം കൂടി ഇനി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൂടി എങ്ങനെയും ഞാൻ അടിച്ചു മാറ്റിയിട്ട് നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പാട് നോക്കി പോവില്ലേ മോളെ എന്നും പറഞ്ഞു ഇവൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പം, എന്താ മനുവേട്ടാ ഇതിനു വേണ്ടി ആലോചിക്കുന്നത്? അതെ ഞാൻ പറയുന്ന വല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം കേൾക്കുന്നുണ്ട്. അതെ ഞാൻ പറയാം, നമുക്ക് അച്ഛനെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാം. ആശുപത്രിയിൽ കാണിച്ചിട്ട് അവർ പറയുന്നത് പോലെയുള്ള ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ എന്ത് വേണേലും ചെയ്യാം. എൻ്റെ പൊന്നു മോളെ, നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇത് കൗൺസിലിങ്ങിൽ കൊണ്ടൊന്നും ഒതുങ്ങുന്ന സംഭവമൊന്നും അല്ല. നിന്റെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വട്ടമുണ്ട്, അല്ലെങ്കിൽ അങ്ങേര് ഇങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ. ഞാൻ പുള്ളിക്കാരൻ്റെ മരുമോനാണെന്ന് പോലും നോക്കുന്നില്ല. ഇപ്പൊ അമ്മയുടെ നേരെയും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതുകൊണ്ട് നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്താണെങ്കിൽ മോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണല്ലോ. ഒരു കുഞ്ഞു കൂടെ വരാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടുന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശാരി എങ്ങനെ ഇവന് ജ്യൂസ് കലക്കി കൊടുക്കും എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. എങ്ങാനും ബകാസുരൻ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശാരിയെ രണ്ടാക്കും എന്നുള്ള കാര്യം ശാരിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ പുള്ളിക്കാരി മനു പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശാരിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ബകാസുരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സരയു അങ്ങോട്ട് വരികയാണ്. സരയു വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്ത് വന്നാലും അച്ഛനെ ആശുപത്രിയിൽ കാണിച്ചേ പറ്റുള്ളൂ. അതിനിപ്പം മനുവേട്ടൻ പറഞ്ഞ വഴി തന്നെ നമുക്ക് സ്വീകരിക്കാം. അച്ഛനെ ആശുപത്രിയിൽ അല്ലെങ്കിൽ അച്ഛൻ വരുവോ? അച്ഛൻ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല, ഞാൻ പറഞ്ഞാലും അച്ഛൻ വരില്ല. അതുകൊണ്ട് ഇനിയിപ്പം അറ്റ കൈ പ്രയോഗം ഇത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ശാരി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ ശാരി എന്നാ അങ്ങനെ തന്നെ ചെയ്യാല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറി അച്ഛൻ പഴയതുപോലെ തന്നെ ആകും എന്നുള്ള കാര്യം ശാരിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ദാ കിരണും കല്യാണിയും ഒക്കെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ശരണ്യ കാര്യങ്ങൾ നടപ്പാക്കുകയാണ്. അപ്പം ശരണ്യാണെങ്കിൽ നമ്മുടെ സോണിയെയും ആൽബിയെയും ഒക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമാദിത്യൻ്റെ എൻ്റെ കൂട്ടുകാർ വന്നെന്നും പറഞ്ഞ് വിക്രത്തിനെ പിടിച്ച് വാദിക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് വിക്രം ആ ഒരു കാഴ്ച കാണുന്നത്. വന്നിരിക്കുന്ന ആൾക്കാർ ആൽബിയും സോണിയുമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവനൊരു ഷോക്കായിട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. ആൽബിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൽബി പറഞ്ഞതുമാണ് വിവാഹം എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ കല്യാണം കഴിഞ്ഞ് 2 നവദമ്പതികൾ വന്ന് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും വിക്രത്തിന്റെ സകല നിയന്ത്രണങ്ങൾ വിട്ടു. പക്ഷേ ശരണ്യ എന്ന് പറയുന്ന ആറ്റം ബോംബ് പറ്റി നിൽക്കുന്ന കൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ശരണ്യ പറയാണ്, ദേ ഇത് എൻ്റെ ഭർത്താവ് വിക്രമാദിത്യൻ എന്നാണ് പേര്, വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പം സോണിക്ക് അറിയാലോ എന്തായാലും സോണിയുടെ മുൻ ഭർത്താവാണ് എന്നുള്ള കാര്യം ശരണ്യ അറിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇവരെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തിനും വീട്ടുകാർക്കും വിട്ട് നല്ല മുട്ടം പണി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെതാ അവരകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കിനും നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ വിക്രം എന്നും പറഞ്ഞ് സോണി അവൾക്ക് പറയാനുള്ള കാര്യങ്ങള് വിക്രത്തിന്റെ മുഖത്ത് നോക്കി പറയാണ്. അതെ, എന്താ നീ വിചാരിച്ചത്? ആൽബിയുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ആൽബി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്നോ? എല്ലാരും നിന്നെ പോലെയുള്ള ആൾക്കാരൊന്നും അല്ല വിക്രം. നിന്നെ പോലെ ഒരു ചതിയനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ വരെ തള്ളിപ്പറഞ്ഞവനല്ലേ നീ എന്നും പറഞ്ഞ് സോണി അവൾക്ക് പറയാവുന്ന കാര്യങ്ങൾ മുഴുവനും വിക്രത്തിന്റെ മുഖത്ത് അടിച്ചതുപോലെ പറയാണ്. അപ്പൊ വിക്രം ആണെങ്കിലോ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. കാര്യം നമ്മുടെ ശരണ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാം സംഭവങ്ങൾ ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരക്ഷരം അവൻ എതിർത്ത് പറയുന്നില്ല. അപ്പൊ ഉടനെ തന്നെ ശരണ്യ നേരെ കിച്ചണിലേക്ക് ചെല്ലാണ്. അതെ, രണ്ടുപേരും വന്നേ, എന്റെ കൂട്ടുകാരെത്തിയിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രകാശൻ ഉടനെ പറയുന്നുണ്ട്, മോളെ അതെ അച്ഛൻ അടുക്കളയിലൊക്കെ നിന്നിട്ട് ആകെ മൊത്തം മുഷിഞ്ഞ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നാൽ പോരെന്ന് ചോദിക്കാം. അതൊന്നും സാരയില്ലച്ചാ, അച്ഛനും മുത്തശ്ശിയും, അത് വിക്രത്തിന്റെ അച്ഛനും മുത്തശ്ശിയും എന്ന് പറയുമ്പം എന്റെ ഫ്രണ്ട്സിന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ വേഷത്തിൽ തന്നെ വന്നാ മതിയെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിന് നമ്മുടെ ശരണ്യ ഇവരെ കൂട്ടിക്കൊണ്ട് വരികയാണ്. വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ആൽബിയും സോണിയും ദാ അവിടെ ഇരിക്കുന്നു. അപ്പം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ പ്രകാശന്റെ കണ്ണ് നിറയുന്ന അവസ്ഥയായി. അയ്യോ, ഇതെന്ത് കാഴ്ചയാണ്! ഇവൻ ഈ വിക്രം പറഞ്ഞത് ഇവരുടെ കല്യാണം മുടങ്ങിയെന്നാണല്ലോ. കല്യാണം കഴിച്ച് അവർ എന്തിനാണ് ശരണ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ സോണി അങ്ങ് പയറ്റാൻ തുടങ്ങി. അപ്പൊ സോണി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചത് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലെന്നാണോ? ദേ നോക്ക്, ഇതാണ് എന്റെ ഭർത്താവ് ആൽബി എന്നും പറഞ്ഞ് അവനെ അങ്ങ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കിനും ആൽബി ആണെങ്കിലോ സോണിയുടെ മുൻ ഭർത്താവും അച്ഛനും അമ്മുമ്മയും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സോണി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളെയൊക്കെ നേരിട്ട് വന്നൊന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ എന്തായാലും അത് സാധിച്ചല്ലോ, വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറയാ. അപ്പം ഇവർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും പ്രകാശന് ഇത് നല്ലൊരു 1-1.5 അടിയായി പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ളൊരു ട്വിസ്റ്റ് ഇതിലുണ്ടാകുമെന്നുള്ള കാര്യം. അപ്പം എന്തായാലും ഇവര് വിരുന്നൊന്നും ഉണ്ണാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്, പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത്. നാളെ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട്
വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്